السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين. أما بعد، يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي آمين رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികൾ, അൽ-ഇമാം അൽ-അല്ലാമ ഇബ്നു ബാസ് റഹിമഹുള്ളയുടെ അദ്ദുറൂസുൽ മുഹിമ്മ ലിആനത്തുൽ ഉമ്മ എന്ന കിതാബിന്റെ വിശദീകരണമാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഇപ്പോൾ നാം പഠിക്കുന്ന ദർസ് പാഠം എന്നുള്ളത് അർക്കാനുൽ ഈമാനാണ്, ഈമാനിന്റെ റുക്നുകളാണ്. അതിൽ കഴിഞ്ഞ ദർസിൽ നാം പറഞ്ഞ് അവസാനിപ്പിച്ചത് അൽ ഈമാനു ബിൽ മലായിക, മലക്കുകളിലുള്ള വിശ്വാസം. അർക്കാനുൽ ഈമാൻ 6 നമ്മൾ പറഞ്ഞു. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിശ്വാസം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. മലക്കുകളുടെ വിശ്വാസം അതെങ്ങനെയായിരിക്കണം, എന്തെല്ലാം കാര്യങ്ങളാണ് നാം വിശ്വസിക്കേണ്ടത് എന്നെല്ലാമാണ് നാം പറഞ്ഞത്. ഇനി മൂന്നാമത്തെ അസ്ല്, ഉസൂലുൽ ഈമാനിന്റെ അല്ലെങ്കിൽ അർക്കാനുൽ ഈമാനിന്റെ മൂന്നാമത്തെ റുക്ന്, മൂന്നാമത്തെ അസ്ല് അൽ അസ്ലു الثالث من ഉസൂൽ ഈമാൻ അൽ ഈമാനു ബിൽ കുതുബിൽ മുനസ്സല, ഇറക്കപ്പെട്ട കിതാബുകളിലുള്ള ഈമാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് ഇറക്കപ്പെട്ടിട്ടുള്ള കിതാബുകളിലുള്ള ഈമാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ശൂറയിൽ പറയുന്നു, വഖുൽ, നബിയെ പറയുക, ആമൻതു ബിമാ അൻസലല്ലാഹു മിൻ കിതാബ്, അല്ലാഹു സുബ്ഹാനഹു വ തആല വേദഗ്രന്ഥങ്ങളിൽ നിന്ന് ഇറക്കിയിട്ടുള്ളതിലെല്ലാം ഞാൻ വിശ്വസിക്കുന്നുവെന്ന് പറയാൻ വേണ്ടി മുഅ്മിനീങ്ങളോട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും മുഅ്മിനീങ്ങളോടും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അപ്പോൾ നമ്മുടെ റസൂലായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഇറക്കപ്പെട്ട കിതാബിൽ മാത്രമാണോ നാം വിശ്വസിക്കേണ്ടത്? അല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതെല്ലാം റസൂലുകൾക്ക് ഏതെല്ലാം കിതാബുകൾ ഇറക്കിയിട്ടുണ്ടോ ആ കിതാബുകളിലെല്ലാം നാം വിശ്വസിക്കണം. കാരണം എല്ലാത്തിലും വിശ്വസിക്കുമ്പോഴാണ് ഒരാളുടെ ഈമാൻ അതിന്റെ പൂർണ്ണതയിലാകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ നിസാഇൽ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു, ഏ മുഅ്മിനീങ്ങളെ, ആമിനു ബില്ലാഹി വ റസൂലിഹി, നിങ്ങൾ അല്ലാഹുവിലും അവന്റെ റസൂലിലും വിശ്വസിക്കുക. വൽ കിതാബില്ലദീ നസ്സല അലാ റസൂലിഹി, നിങ്ങളുടെ അവന്റെ കിതാബ്, അവന്റെ റസൂലിനെ അവൻ ഇറക്കിയിട്ടുള്ള കിതാബിൽ വിശ്വസിക്കുക. വൽ കിതാബില്ലദീ അൻസല മിൻ ഖബൽ, മുമ്പ് ഇറക്കപ്പെട്ടിട്ടുള്ള കിതാബിൽ നിങ്ങൾ എന്ത് ചെയ്യണം? വിശ്വസിക്കണം. വമൻ യക്ഫുർ ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റസൂലിഹി വൽ യൗമിൽ ആഖിർ ഫഖദ് ളല്ല ളലാലൻ ബഈദ, ആരെങ്കിലും അല്ലാഹുവിലോ അല്ലെങ്കിൽ അവന്റെ മലക്കുകളിലോ അവന്റെ കിതാബുകളിലോ അവന്റെ റസൂലുകളിലോ അന്ത്യനാളിലോ ഉള്ള വിശ്വാസമില്ലാതെ കുഫ്ർ കാണിക്കുകയാണെങ്കിൽ അവൻ ബഹുദൂരം പിഴച്ചു പോയിട്ടുണ്ട്. ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ റസൂലിലേക്ക് ഇറക്കപ്പെട്ട കിതാബിൽ വിശ്വസിക്കണമെന്ന് പറഞ്ഞതോടൊപ്പം തന്നെ എന്തും പറഞ്ഞു? മുൻപ് ഇറക്കപ്പെട്ട കിതാബുകളിലും വിശ്വസിക്കണം. അപ്പൊ ഓരോ നബിമാർക്കും ഓരോ കിതാബുകൾ അല്ലെങ്കിൽ നമുക്ക് അറിയിക്കപ്പെട്ടിട്ടുള്ള കിതാബുകൾ അത് ഇറക്കപ്പെട്ടിട്ടുണ്ട്. അത് മൊത്തമായിട്ടും അതാ പൊതുവായിട്ട് പറഞ്ഞിട്ടുള്ളത് അങ്ങനെയും പ്രത്യേകമായി പേരുകൾ എടുത്ത് പറഞ്ഞിട്ടുള്ളത് അങ്ങനെയും നാം വിശ്വസിക്കണം. അതല്ല എങ്കിൽ നമ്മൾ ചില കിതാബുകൾ അങ്ങനെയൊന്നും ഇറങ്ങിയിട്ടില്ല, ഖുർആനിലും ഹദീസിലും സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ള ഏതെങ്കിലും കിതാബുകൾ അത് ഇറങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞ് നിഷേധിക്കുകയാണെങ്കിൽ അത് കിതാബുകളിലുള്ള വിശ്വാസത്തിലെ കുഫ്റാണെന്ന് പണ്ഡിതന്മാർ നമ്മെ ഓർമ്മപ്പെടുത്തി. ഇനി ഏതെല്ലാമാണ് കിതാബുകൾ, റസൂലുകൾക്ക് ഇറക്കപ്പെട്ടിട്ടുള്ള കിതാബുകൾ ഏതെല്ലാമാണ്? നമുക്ക് പേരറിയിക്കപ്പെട്ട ചില കിതാബുകളുണ്ട്. ഒന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറക്കിയിട്ടുള്ള, നമുക്ക് നൽകപ്പെട്ടിട്ടുള്ള കിതാബായിട്ടുള്ള അന്ത്യനാൾ വരെ നിലനിൽക്കുന്ന ഖുർആൻ എന്നത്. മറ്റൊന്ന് മൂസാ നബി അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാമിന് അല്ലാഹു ഇറക്കിയിട്ടുള്ള കിതാബ് ഏതാണ്? അത്തൗറാത്ത് എന്നതാണ്. അതുപോലെ തന്നെ ഈസാ നബി അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാമിന് അല്ലാഹു ഇറക്കിയ കിതാബ് ഏതാണ്? അൽ ഇൻജീൽ എന്നാണ് അതിന്റെ പേര്. അതുപോലെ ദാവൂദ് അലൈഹിസ്സലാം, ദാവൂദ് നബിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയിട്ടുള്ള കിതാബ് ഏതാണ്? അസ്സബൂർ, സബൂർ എന്നതാണ്.
അതുപോലെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മേലെ അസ്സുഹുഫ് ഏടുകൾ എന്ന പേരിലും ചില കിതാബുകൾ ഏടുകളായിട്ടും ഇറങ്ങിയിട്ടുണ്ട്. ഈ കിതാബുകളെല്ലാം, അതായത് ഇപ്പൊ പറഞ്ഞ തൗറാത്ത് ആവട്ടെ, ഈ ഇഞ്ചീലാവട്ടെ, സബൂർ ആവട്ടെ, ആ കിതാബുകളെല്ലാം ആ നബിമാർക്ക് ഖുർആനാണ്. സബൂർ എന്നുള്ളത് ദാവൂദ് നബിക്ക് എന്താണ്? ഖുർആനാണ്. ഇഞ്ചീൽ എന്നുള്ളത് ഈസാ നബി അലൈഹി ഇസ്ലാമിന് എന്താണ്? ഖുർആനാണ്. പാരായണം ചെയ്യപ്പെടേണ്ട കിതാബാണ്. കാരണം ഹദീസുകളിൽ ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ ഖുർആൻ എന്ന് തന്നെ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതെന്താണ്? സബൂറിനെയാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഓരോ കിതാബും ആ നബിമാരെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ ഖുർആനാണ്. അപ്പൊ ഖുർആനിൽ പല ആയത്തുകളുടെയും അതുപോലെ ഹദീസുകളുടെയും ഈ കിതാബുകളുടെ പേരുകൾ നമുക്ക് അറിയിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനും മൂസാ നബി അലൈഹി ഇസ്ലാമിനും ചില ഏടുകൾ നൽകപ്പെട്ടിട്ടുണ്ട് എന്ന് അറിയിക്കുന്ന ഭാഗമാണ് സൂറത്തുൽ അഅലയിൽ അല്ലാഹു പറയുന്നു, ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ, അവരതാ ദുനിയാവിന് കൂടുതൽ പ്രാതിനിധ്യം നൽകുന്നു, വൽ ആഖിറതു ഖൈറുൻ വഅബ്ഖാ, പരലോകമാണ് നിലനിൽക്കുന്നതും ഉത്തമമായിട്ടുള്ളതും, ഇന്ന ഹാദാ ലഫിസ് സുഹഫിൽ ഊല, അത് മുൻഗാമികളുടെ സുഹഫുകളിൽ ഏടുകളിൽ ഉള്ള കാര്യമാണ്. സുഹഫി ഇബ്രാഹീമ വ മൂസ, ഇബ്രാഹിം നബിയുടെയും മൂസാ നബിയുടെയും ഏടുകളിൽ എന്നുള്ളത്. ഇനി അതുപോലെ തന്നെ പ്രത്യേകമായി പേരുകൾ എടുത്തു പറഞ്ഞ കിതാബുകൾ അതിനുള്ള ദലീല് സൂറത്തുൽ ഫത്ഹിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലാണ്. വല്ലദീന മഅഹു, ആ റസൂലിന്റെ ഒപ്പമുള്ളവർ അഥവാ മുഅ്മിനീങ്ങൾ, അശിദ്ദാഉ അലൽ കുഫാർ റഹമാഉ ബൈനഹും, കുഫാറുകളോട് അവരുടെ പൗരുഷത്തോട് കൂടി നിൽക്കുന്നവരാണ്. എന്നാൽ അവർ പരസ്പരം, മുഅ്മിനീങ്ങൾ പരസ്പരം അതിയായ കാരുണ്യമുള്ളവരാണ്. തറാഹും റുക്അൻ സുജ്ജദൻ യബ്തഗൂന ഫദ്ലൻ മിനല്ലാഹി വറിദ്വാന, അവരെ നീ കാണും റുകൂഇലായിക്കൊണ്ട്, സുജൂദിലായിക്കൊണ്ട്, അല്ലാഹുവിന്റെ ഔദാര്യവും അല്ലാഹുവിന്റെ തൃപ്തിയും പ്രതീക്ഷിച്ച് റുകൂഉം സുജൂദും ചെയ്യുന്നവരായി നീ കാണും. സീമാഹും ഫീ വുജൂഹിഹിം മിൻ അഥരി സുജൂദ്, സുജൂദിന്റെ അടയാളങ്ങൾ അവരുടെ മുഖത്ത് പ്രകടമായിരിക്കും, അതിന്റെ ഒരു പ്രകാശം അവരുടെ മുഖത്ത് പ്രകടമായിരിക്കും. ദാലിക മതലുഹും ഫിൽ തൗറാത്ത്, ഇത് തൗറാത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികളെ മുഅ്മിനീങ്ങളെ പറ്റി പറഞ്ഞ വാക്കാണ്. അതായത് തൗറാത്തിൽ മൂസാ നബി അലൈഹി ഇസ്ലാമിന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിനെ കുറിച്ചും ധാരാളം അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. പല അസറുകളും ആ വിഷയത്തിൽ വന്നിട്ടുണ്ട്. അഥവാ ഈ ഉമ്മത്തിന് ബനൂ ഇസ്രായേലുകളെക്കാൾ ഒരുപാട് ശ്രേഷ്ഠത നൽകി എന്നുള്ളത് മൂസാ നബി അലൈഹി ഇസ്ലാമിനെ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് മൂസാ നബി അലൈഹി ഇസ്ലാം ഇസ്രാ മിഅ്റാജ് രാവിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടപ്പോൾ വിതുമ്പി കരയാൻ തുടങ്ങിയത്. എന്റെ ഉമ്മത്തിനേക്കാൾ താങ്കളുടെ ഉമ്മത്താണല്ലോ കൂടുതൽ സ്വർഗത്തിൽ എന്ന് ആലോചിച്ച് മൂസാ നബി അലൈഹി ഇസ്ലാം വിതുമ്പിയിരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന് പ്രത്യേകമായിട്ടുള്ള പല ഫദ്ലുകളും തൗറാത്തിലൂടെ അറിയിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ തൗറാത്തിൽ തന്നെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റിയിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശ്വസിക്കുന്ന മുഅ്മിനീങ്ങളെ പറ്റിയിട്ടും പറഞ്ഞിട്ടുള്ള വിശേഷണങ്ങളാണ് ഈ പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് പറയാണ് വമസലുഹും ഫിൽ ഇൻജീൽ, ഈ ഇൻജീലിൽ ഇവരെ കുറിച്ചുള്ള വിശേഷണം എന്താണ്? ഇൻജീലിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിക്കുന്ന മുഅ്മിനീങ്ങളുടെ വിശേഷണം എന്താണ്? കസറഇൻ അഖറജ ശത്അഹു ഫആസറഹു ഫസ്തഗ്ലബ ഫസ്തവ അലാ സൂഖിഹി, ഒരു ധാന്യം പൊട്ടിമുളച്ചു വരുന്ന ചെടിയുടെ കതിര് അത് എല്ലാവിധ ഉറപ്പോടും കൂടി മുകളിലോട്ട് ഉയർന്ന് ബലമായി നിൽക്കുന്നത് പോലെയാണ്. അത് ആ വിളവെടുക്കുന്ന ആളുകളെ അത്ഭുതപ്പെടുത്തുന്ന, അതുപോലെ സത്യനിഷേധികളെ അവർക്ക് വളരെയധികം ഒരു അസ്വസ്ഥത ഉണ്ടാക്കുന്ന അവസ്ഥയിൽ ഉറച്ചു നിൽക്കുന്നവരായിരിക്കും അവർ എന്ന് ഇഞ്ചീലിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിനെ മുഅ്മിനീങ്ങളെ പറ്റി പരാമർശിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ വിഷയം ഈ ആയത്തിലൂടെ എന്താ അറിയിച്ചിട്ടുണ്ട്? തൗറാത്ത്, ഇഞ്ചീൽ എന്നീ കിതാബുകൾ മുൻപ് കഴിഞ്ഞു പോയിട്ടുണ്ട്. അത് മൂസാ നബി അലൈഹി ഇസ്ലാമിനും ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ കിതാബുകളാണെന്നെല്ലാം അറിയിച്ചത് കാണാൻ സാധിക്കും. ഇനി ഈ കിതാബുകളിൽ അറിയിക്കപ്പെട്ട പേരുകളിൽ വിശ്വസിക്കുമ്പോഴും അല്ലാതെ പൊതുവായി വിശ്വസിക്കുമ്പോഴും നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ കിതാബുകളിൽ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട വിഷയം എന്നുള്ളത് അത് തൗഹീദാണ്. ഒരു കിതാബിലും അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്ന് പറയാതെ വിട്ടുപോയിട്ടില്ല. എല്ലാ കിതാബുകളെയും അടിസ്ഥാന ഉദ്ദേശം ഇതിലേക്ക് ക്ഷണിക്കാനും വേണ്ടിയിട്ടാണ്.
ഇന്ന് ഈ കിതാബുകളിൽ പല മാറ്റത്തിരുത്തലുകൾ വരുത്തി, അഥവാ ഖുർആൻ ഒഴികെയുള്ള മുൻകാലത്തെ കിതാബുകളിൽ ജനങ്ങൾ കൈകടത്തലുകൾ കടത്തി മറ്റു പല പേരുകളിലും കൂടുതൽ ചേർത്തിട്ടും പലതും ഒഴിവാക്കിയിട്ടും ഇന്ന് അവരുടെ അതിൽ കിതാബുപെട്ട ആളുകൾ ജൂതനസാവാക്കൾ കൊണ്ട് നടക്കുന്നുണ്ട്. എന്നാൽ ഈ കിതാബുകളിലെല്ലാം ഏറ്റവും അടിസ്ഥാനപരമായി പഠിപ്പിക്കപ്പെട്ടത് തൗഹീദായിരുന്നു. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, സൂറത്തുൽ നഹ്ലിലെ 36-ാമത്തെ ആയത്തിൽ കാണാം, വലഖദ് ബഅത്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലാ അൻ ഇഅ്ബുദുല്ലാഹ വജ്തനിബുത് താഗൂത്ത്. ഓരോ ഉമ്മത്തിലേക്കും നാം റസൂലിനെ നിയോഗിച്ചത് അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യണമെന്ന് പഠിപ്പിച്ചിട്ടാണ്. അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പഠിപ്പിച്ചിട്ടാണ്. അല്ലാഹു അല്ലാതെ ആരാധിക്കപ്പെടുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ, അത് വിഗ്രഹമാവട്ടെ, എന്തെങ്കിലും മരമാവട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും മനുഷ്യനാവട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഖബറാവട്ടെ, ജാറമാവട്ടെ, എന്ത് തന്നെയാണെങ്കിലും അതിനെല്ലാം ഒഴിവാക്കണം എന്ന് പഠിപ്പിച്ചുകൊണ്ടാണ്. അതുപോലെ തന്നെ എല്ലാ നബിമാരും അല്ലാഹുവിനെ അല്ലാതെ നിങ്ങൾ ആരാധിക്കരുത് എന്ന് പഠിപ്പിച്ചുകൊണ്ടാണ് വന്നിട്ടുള്ളത്. കാരണം നാളെ നരകത്തിലേക്ക് കൂട്ടമായിട്ട് ആളുകൾ വരുമ്പോ ആ നരകത്തിന്റെ കാവൽക്കാർ നരകാവകാശികളായ ആളുകളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു സുമറിൽ ആ കാര്യം പറയുന്നു, വസീഖല്ലദീന കഫറു ഇലാ ജഹന്നമ സുമറാ. കുഫാറുകൾ കൂട്ടമായിട്ട് നരകത്തിന്റെ അടുക്കിലേക്ക് വരും. ഹത്താ ഇദാ ജാഊഹാ ഫുതിഹത് അബ്വാബുഹാ. അങ്ങനെ അവർ ആ നരകത്തിന്റെ അടുത്തെത്തിയാൽ അതിന്റെ കവാടങ്ങൾ തുറക്കപ്പെടും. വഖാല ലഹും ഖസനതുഹാ. അതിന്റെ കാവൽക്കാർ, നരകത്തിന്റെ മലക്കുകൾ കാവൽക്കാരായിട്ടുണ്ട്. ആ കാവൽക്കാർ അവരോട് ചോദിക്കും, അലം യഅതികും റുസുലും മിൻകും യത്ലൂന അലൈക്കും ആയാതി റബ്ബിക്കും. നിങ്ങളിലേക്ക് നിങ്ങളുടെ റസൂൽ വന്നില്ലേ, അല്ലാഹുവിന്റെ റസൂൽ വന്നില്ലേ, ആ റസൂൽ അല്ലാഹുവിന്റെ വചനങ്ങൾ, ആയാത്തുകൾ നിങ്ങൾക്ക് ഓതിക്കേൽപ്പിച്ചില്ലേ? എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയാത്തുകളായിട്ടുള്ള കാര്യങ്ങൾ, അത് കിതാബുകളും ഏടുകളും എല്ലാം ആയിട്ട് ഓതി കേൾപ്പിച്ചിട്ടേ എന്നാണ് ചോദിക്കുന്നത്. വയുൻദിറൂനകും ലിഖാഅ യൗമികും ഹാദാ. ഇങ്ങനെ ഈ ഒരു ദിവസത്തിൽ അല്ലാഹുവിനെ നിങ്ങൾ കണ്ടുമുട്ടും എന്നുള്ളതിനെ കുറിച്ച് താക്കീതും നിങ്ങൾക്ക് നൽകിയില്ലേ എന്ന് നരകത്തിന്റെ കാവൽക്കാർ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ നബിമാർക്കും ഇറക്കപ്പെട്ട കിതാബുകളാവട്ടെ, ഏടുകളാവട്ടെ, നമുക്ക് അറിയിക്കപ്പെട്ടതാവട്ടെ, അതിലെല്ലാം ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തൗഹീദാണ്. അത് എത്തിച്ചു കൊടുക്കുക എന്നതാണ് റസൂലുകളുടെ ഉത്തരവാദിത്തം ഉണ്ടായിരുന്നത്. അല്ലാഹു തആല പറഞ്ഞു സൂറത്തുൻ നൂറിൽ, വമാ അലർ റസൂൽ ഇല്ലൽ ബലാഗ്. റസൂലിന്റെ മേലെ ഇത് എത്തിച്ചു കൊടുക്കുക എന്നല്ലാതെ വേറൊരു ഉത്തരവാദിത്വവും ഇല്ല. ഇനി ആരാണോ ആ കിതാബുകൾ വിശ്വസിക്കുന്നത്, അതിനെ പിൻപറ്റുന്നത്, അതിന്റെ നിയമങ്ങളെ അനുസരിക്കുന്നത്, അതിനെ നമ്മുടെ ജീവിതത്തിൽ ഒരുമിച്ച് കൂട്ടുന്നത്, അവൻ വിജയിക്കും. അല്ലാത്തവർ നാശത്തിലായിരിക്കും. നാം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നാളെ പരലോകത്ത് നമുക്ക് വേണ്ടി, റസൂലുള്ളാഹിന്റെ ഉമ്മത്തിന് വേണ്ടി അതിയായി അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്ന, അല്ലാഹുവിനോട് ശഫാഅത്ത് ചെയ്യുന്ന ഉമ്മത്തി മറ്റുള്ള നബിമാരെല്ലാം നഫ്സി നഫ്സി എന്ന് പറയുമ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക ഉമ്മത്തി എന്നതാണ്. പക്ഷേ ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും ഈ ഉമ്മത്ത് ഈ ഖുർആനിനെ, ഈ കിതാബിനെ മഹ്ജൂറാക്കി. സൂറത്തുൽ ഫുർഖാനിൽ അല്ലാഹു പറയുന്നുണ്ട്, ജനങ്ങൾ ഇതാ ഈ ഖുർആനിനെ മഹ്ജൂറാക്കി, അവഗണിക്കപ്പെട്ടതായിട്ടാണ് എടുത്തത് എന്ന് അല്ലാഹുവിനോട് പറയുന്നുണ്ട്. കാരണം അല്ലാഹുവിലേക്ക് നമ്മെ അടുപ്പിക്കുന്ന, അല്ലാഹുവിന്റെ കലാമായി, അല്ലാഹുവിന്റെ സിഫത്തായി നമുക്കുള്ളത് ഈ ഖുർആനാണ്. കിതാബുകളിൽ പൊതുവായി വിശ്വസിക്കുന്നത് പോലെ തന്നെ നമ്മുടെ കിതാബായ ഖുർആൻ അത് അവസാനത്തെ കിതാബാണ്. ഖുർആൻ ഇറങ്ങുന്നതോടുകൂടി മുൻപുള്ള കിതാബുകളെല്ലാം നസ്ഖ് ചെയ്യപ്പെടുക. ആ ഖുർആനിലുള്ള ആശയം അതെന്താണോ പഠിപ്പിക്കുന്നത്, അതിലെന്താണോ ഉള്ളത്, അത് അംഗീകരിക്കലും അതിനെ പിൻപറ്റലും നമ്മുടെ മേലെ നിർബന്ധമാണ്. അതിനുശേഷം ഒരു നബി വരാനില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശേഷം ഒരു നബി വരാനില്ല. ഖുർആനിന് ശേഷം ഒരു കിതാബ് വരാനില്ല. നമുക്ക് പ്രകാശമാകുന്ന, നമുക്ക് ശമനമേകുന്ന, നമുക്ക് നേർമാർഗം കാണിച്ചു തരുന്ന ഖുർആനിനെ നാം അവഗണിച്ചാൽ അല്ലാഹുവിന്റെ റസൂൽ പോലും നാളെ നമുക്കെതിരെ പറയുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. ഖുർആനുമായിട്ടുള്ള ബന്ധം, കിതാബുകളുടെ വിശ്വാസത്തിനോട് ഒപ്പം പറയുകയാണ്, ഖുർആനുമായിട്ടുള്ള ബന്ധം നമുക്ക് ശക്തമായിരിക്കണം. ഖുർആൻ ഒരു ദിവസം ഒരു ജുസെങ്കിലും പാരായണം ചെയ്യാത്തൊരു ദിവസം നമുക്ക് ഉണ്ടാവരുത്.
ഖുർആനോടുള്ള നമ്മൾ വിട്ടേണ്ട ഒരു ഹക്കായിട്ട് ചില പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. ഒരു മാസത്തിൽ ഒരു ഖത്ം തീർക്കുക എന്നുള്ളത് ഖുർആനോടുള്ള നമ്മുടെ ഹക്കാണ്. നിർബന്ധമായ കൊണ്ടല്ല, ഖുർആനോടുള്ള ഒരു ഹക്ക് നമ്മൾ വീട്ടിൽ കൊടുക്കേണ്ട ഒരു ഹക്കാണ് എന്ന നിലക്ക് ഉലമാക്കൾ സൂചിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. നമ്മൾ ശ്രമിച്ചാൽ നടക്കും. പലപ്പോഴും നമ്മൾ ശ്രമിക്കാത്തതുകൊണ്ടാണ്. നമ്മുടെ വാട്സപ്പിന്റെയോ അല്ലെങ്കിൽ മൊബൈലിന്റെയോ സ്ക്രീൻ ടൈം എടുത്ത് നോക്കുക. ഒരാഴ്ചയിലെ ആവറേജ് അവർ പറയും. ആ ആവറേജ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ എന്തായാലും ഒരു സാധാരണക്കാരനായ വലിയൊരു ഉപകാരമില്ലാത്ത ഒരാളുടെ പോലും 2-3 മണിക്കൂർ സ്ക്രീൻ ടൈം വരുന്നുണ്ട്. 2-3 മണിക്കൂർ സ്ക്രീൻ ടൈം വരുന്നുണ്ട്. കുറച്ചുകൂടി ഉപയോഗിച്ച ഒരാളാണെങ്കിൽ 6, 7, 5, 6 ഒക്കെ ആവറേജ് ആയിട്ട് വരുന്ന ആളുകളാണ് നമ്മുടെ നാട്ടിൽ അധികം ഉള്ളത്. നമ്മളത് ആലോചിച്ച് നോക്കി, ഒരു 20 പേജ് ആണ് ഒരു ജുസ് വരിക. നമ്മുടെ കയ്യിലുള്ള ഇന്നത്തെ ഖുർആനിന്റെ 20-21 പേജാണ് ഒരു ജുസ് ആയിട്ട് വരിക. ഒരു പേജ് ഓതി തീർക്കാൻ 1 മിനിറ്റോ 2 മിനിറ്റോ എടുത്താൽ തന്നെയും ഒരു ജുസ് ഒരു ദിവസം ഒരാൾക്ക് ഓതാൻ എത്ര സമയം മതി? വളരെ എളുപ്പത്തിൽ ഓതാം. 1 മണിക്കൂറിനുള്ളിൽ തന്നെ ഓതാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ നമുക്കത് ബഹുദൂരം, അല്ലെങ്കിൽ റമദാനിൽ മാത്രമുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ അതെന്തോ ഒരിക്കലും അസംഭവ്യമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് നമ്മൾ പലപ്പോഴും അതിനെ കാണുന്നത്. അങ്ങനെയല്ല, ഖുർആനുമായിട്ടുള്ള ബന്ധം ശക്തമാക്കണം. സലഫുകളിൽ പലരും അവർ പറയാറുണ്ട്, ഖുർആൻ എത്ര പാരായണം ചെയ്യുന്നുവോ അത്രത്തോളം ബറക്കത്ത് ആ ദിവസത്തിൽ ഉണ്ടാകും. ആ ദിവസത്തിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന കാര്യങ്ങളെക്കാൾ അധികരിച്ച ഇബാദത്താവട്ടെ, സമയത്തുള്ള ബറക്കത്താവട്ടെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. അനുസരിച്ച് സലഫുകൾ പറയാറുണ്ട്, ഞാൻ പാരായണം ചെയ്ത് ഖുർആനിന്റെ 1/3 വരെ ഒരു ദിവസം പാരായണം ചെയ്യുന്ന അവസ്ഥയിൽ ഞാൻ എത്തിയിട്ടുണ്ട്. കാരണം അത്രയും ബറക്കത്ത് ബാക്കിയുള്ള സമയത്ത് കിട്ടും. ഇപ്പൊ നമുക്ക് രാവിലെ കുറച്ച് സമയമുള്ള ഓതാൻ, ബാക്കി ഒരുപാട് പണികളുണ്ടെന്ന് വിചാരിക്കുക. പക്ഷെ ആ ഖുർആൻ ഓതാനുള്ള സമയം നമ്മൾ കുറച്ചങ്ങ് കൊടുത്തു കഴിഞ്ഞാല് ബാക്കി നമുക്കുള്ള പണികൾ ചെയ്യേണ്ട സമയം കുറഞ്ഞ സമയത്ത് ചെയ്തു തീർക്കും. സമയത്തിൽ വളരെയധികം ബർക്കത്തിലെത്തും. അല്ലെങ്കിൽ കുറെ നേരം ചെയ്യേണ്ട ജോലി ചെയ്തു കഴിഞ്ഞാൽ പോലും നമുക്ക് സമയം ഉണ്ടാവും. ഈ സമയം എന്നുള്ള കാര്യം ക്ലോക്കിൽ എല്ലാവർക്കും ഒരുപോലെ ആണെങ്കിലും വ്യക്തികൾക്ക് വ്യത്യസ്തമായിരിക്കും. വ്യക്തികൾക്ക് സമയത്തിലെ ബർക്കത്ത് വ്യത്യസ്തമായിരിക്കും. അള്ളാഹുവിനോടുള്ള സിദ്ഖിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പൊ എനിക്ക് കിട്ടുന്ന 1 മണിക്കൂർ ആവൂല നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുക. ശാസ്ത്രം കൊണ്ട് നോക്കിയാൽ 1 മണിക്കൂർ കൃത്യമായ ഒരു കണക്കുള്ളൂ. പക്ഷെ 1 മണിക്കൂർ കൊണ്ട് ഓരോ വ്യക്തികൾക്കും വ്യത്യസ്ത തരത്തിൽ ബറക്കത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. അള്ളാഹു അതിന് കഴിവുള്ളവനാണ്. അതിന് വേണ്ടത് എന്താണ്? അള്ളാഹുവിനോട് സിദ്ഖ് ഉണ്ടാവണം. അമലിൽ സമയത്തിൽ ബറക്കത്ത് കിട്ടാൻ ഏറ്റവും നല്ല അമല് ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ളതാണ്. അത് രാത്രിയിൽ ഖുർആൻ പാരായണം ചെയ്യൽ കൂടുതൽ ശ്രേഷ്ഠമാണ്. അതുപോലെ തന്നെ ഫജ്റിന്റെ സമയത്തുള്ള ഖുർആൻ പാരായണം കൂടുതൽ ഉപകാരപ്രദമാണ്. നമ്മുടെ ജീവിതത്തിൽ അതൊരു ശീലമായിട്ട് ചുരുങ്ങിയ ഒരു ജുസ്എങ്കിലും ദിവസവും പാരായണം ചെയ്യാൻ നാം ശ്രദ്ധിക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അടുത്ത അസ്ല് അൽ അസ്ലു റാബിഅ മിൻ ഉസൂലിൽ ഈമാൻ. ഉസൂലിൽ ഈമാനിൽ പെട്ട 4ാമത്തെ കാര്യം അൽ ഈമാനു ബിറുസുലിൽ കിറാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചിട്ടുള്ള ആദരണീയരായ ശ്രേഷ്ഠരായ റസൂലുകളിൽ വിശ്വസിക്കുക. അല്ലാഹു നിയോഗിച്ചിട്ടുള്ള റസൂലുകളിൽ വിശ്വസിക്കുക. പൊതുവായി പറഞ്ഞിട്ടുള്ളത് പൊതുവായിട്ട് വിശ്വസിക്കുക, പ്രത്യേകമായി പറഞ്ഞിട്ട് പ്രത്യേകമായി. അതായത് ചില റസൂലുകളെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അവരുടെ ചരിത്രം പ്രത്യേകം വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ അങ്ങനെ വിശ്വസിക്കണം. ഇനി ചില റസൂലുകളുടെ പേര് പറഞ്ഞിട്ടുണ്ടാവും, ചരിത്രം ഒന്നും പറഞ്ഞിട്ടുണ്ടാവില്ല, അങ്ങനെ വിശ്വസിക്കണം. ചില റസൂലുകളെ പൊതുവായിട്ട് റസൂലുകൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടാവും, പക്ഷെ അവരെ കുറിച്ച് പേര് തന്നെ ചിലപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ടാവില്ല. അത് അങ്ങനെയും വിശ്വസിക്കണം. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഗാഫിറിലെ 87ാമത്തെ ആയത്തിൽ പറയുന്നു, 78ാമത്തെ ആയത്തിൽ പറയുന്നു, മിൻഹും മൻ ഖസസ്നാ അലൈക വമിൻഹും മൻ ലം നഖ്സുസ് അലൈക. നബിമാരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മുൻകഴിഞ്ഞ നബിമാരിൽ ഞാൻ നിനക്ക് അവരുടെ ചരിത്രം വിവരിച്ചു തന്ന നബിമാരുണ്ട്, അതുപോലെ ഞാൻ നിനക്ക് ചരിത്രം വിവരിച്ച് തരാത്ത നബിമാരുമുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ നബിമാരുടെയും ചരിത്രം ഖുർആനിലോ ഹദീസിലോ പരാമർശിക്കപ്പെട്ടിട്ടില്ല. ഖുർആനിൽ ധാരാളം പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്, ഹദീസിലും മറ്റു ചിലത് പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. ഖുർആനിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള നബിമാരുടെ പേരുകൾ 25ഓളമാണെന്ന് പണ്ഡിതന്മാർ അതിൽ നിന്ന് എണ്ണി തിട്ടപ്പെടുത്തിയതായി കാണാം. നമ്മൾ നോക്കിയാൽ കാണാൻ പറ്റുന്ന കാര്യമുള്ളൂ. 25 നബിമാരുടെ പേര് പ്രത്യേകം എടുത്തു പറഞ്ഞതായിട്ട് നമുക്ക് കാണാം. അതുപോലെ തന്നെ പേര് പരാമർശിക്കാത്ത നബിമാരുണ്ട്. അങ്ങനെ പല രീതിയിലുണ്ട്. എല്ലാവരെയും നാം ഒരുപോലെ വിശ്വസിക്കണം. ഇനി ചില നബിമാരുടെ ചരിത്രങ്ങൾ വിശദമായി പറയുന്നുണ്ട്.
ഉദാഹരണത്തിന് മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം ഖുർആനിൽ ഏറ്റവും അധികം പരാമർശിക്കപ്പെട്ടിട്ടുള്ള പേര് പറയപ്പെട്ടുള്ള റസൂൽ ആരാണ്? മൂസാ നബി അലൈഹി ഇസ്ലാം. ഏകദേശം 135ഓളം തവണ 100 മേലെ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ പേര് പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. ആ ചരിത്രവും പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം പല സൂറത്തുകളിലും ആ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട്. നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം, ഹൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം, സാലിഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം, അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം, സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം, ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം, അങ്ങനെ മറ്റു പല നബിമാരുടെയും ചരിത്രങ്ങൾ ചുരുങ്ങിയ രീതിയിലും വിശാലമായിട്ടും എല്ലാം അറിയിച്ചിട്ടുണ്ട്. എങ്ങനെ അറിയിച്ചിട്ടുണ്ടെങ്കിലും അള്ളാഹുവിന്റെ കിതാബിൽ എങ്ങനെയാണോ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ മുഴുവൻ റസൂലുകളിലുമുള്ള വിശ്വാസം നമുക്ക് ഉണ്ടായിരിക്കണം. ചില റസൂലുകൾ വിശ്വസിക്കുക, ചില റസൂലുകൾ അവിശ്വസിക്കുക. ഈ രീതി ആർക്കില്ല? മുഅ്മിനീങ്ങൾക്കില്ല. മുഅ്മിനീങ്ങൾക്ക് അങ്ങനെയില്ല. മുഅ്മിനീങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എങ്ങനെ വിശ്വസിക്കുന്നുവോ അതുപോലെ തന്നെ ആരെ വിശ്വസിക്കും? ഈസാ നബി അലൈഹി ഇസ്ലാമിൽ, മൂസാ നബി അലൈഹി ഇസ്ലാമിൽ വിശ്വസിക്കും. അതുപോലെ തന്നെ എല്ലാ റസൂലുകൾക്ക് ഇറങ്ങിയ കിതാബിൽ വിശ്വസിക്കും. മുൻഗാമികളായ അഹ്ലുൽ കിതാബുകാർ പിഴച്ചു പോയതിൽ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് അവർ റസൂലുകളെ കളവാക്കിയിരുന്നു, വിശ്വസിച്ചിരുന്നില്ല എന്ന് മാത്രമല്ല റസൂലുകളെ വധിക്കുക വരെ ചെയ്യുമായിരുന്നു. ഉദാഹരണത്തിന് മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ഖൗമായിട്ടുള്ള ബനൂ ഇസ്രായേലുകൾ, അതിൽ നിന്ന് വന്നിട്ടുള്ള ജൂതന്മാർ, അവർ ഈസാ നബി അലൈഹി ഇസ്ലാമിനെ അംഗീകരിക്കുന്നില്ല. അവർ ഈസാ നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് ആരോപണമാണ് ഉന്നയിക്കുന്നത്. ഏറ്റവും വൃത്തികെട്ട ആരോപണമാണ് ഈസാ നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് പറയുന്നത്. ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ അനുയായികളായിട്ടുള്ള നസ്വാറാക്കൾ അവർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കുന്നില്ല. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കളവാക്കുന്നു. ഇങ്ങനെ പല രീതിയിൽ അവരുടെ വിശ്വാസത്തിൽ, റസൂലുകളുടെ വിശ്വാസത്തിൽ അവർ പിഴച്ചു പോയിട്ടുണ്ട്. പക്ഷെ മുഅ്മിനീങ്ങൾ എല്ലാ രീതിയിലും വിശ്വസിക്കുന്നു. ഇനി ഈ റസൂലുകൾക്ക് ഒരിക്കലും ഇബാദത്തിന്റെ ഒരു അംശം എന്ത് ചെയ്യാൻ പാടില്ല? വകവെച്ചു കൊടുക്കാൻ പാടില്ല. ഇബാദത്തിന്റെ ഏതെങ്കിലും ഒരു കാര്യം ഏതെങ്കിലും ഒരു റസൂലിന് നാം വകവെച്ച് നൽകാൻ പാടില്ല. റസൂലുകൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന് പഠിപ്പിക്കാൻ വന്നവരാണ്. അവരെ ആരാധിക്കാൻ വേണ്ടി പറഞ്ഞവരല്ല. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന് പറയാനാണ് റസൂലുകൾ വന്നിട്ടുള്ളത്. ഇനി നബിമാരുടെ വിശ്വാസത്തിൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നബിമാരിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ചിലർക്ക് ചിലരേക്കാൾ ശ്രേഷ്ഠത നൽകിയിട്ടുള്ള ദറജ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു സൂറത്തുൽ ബഖറയിൽ, തിൽക റുസുലു ഫദ്ദൽനാ ബഅദഹും അലാ ബഅദ്. ആ റസൂലുകളിൽ ചിലരേക്കാൾ നാം ഫദ്ൽ നൽകിയിട്ടുണ്ട്, ശ്രേഷ്ഠത നൽകിയിട്ടുണ്ട്. അതുപോലെ സൂറത്തുൽ ഇസ്രായിൽ അല്ലാഹു തആല പറഞ്ഞു, വലഖദ് ഫദ്ദൽനാ ബഅദ നബിയ്യീന അലാ ബഅദ്. ചില നബിമാരെ മറ്റു ചിലരേക്കാൾ നാം ശ്രേഷ്ഠത നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. നമുക്കറിയാം നബിമാരുടെ ശ്രേഷ്ഠത നാം പരിഗണിക്കുമ്പോൾ എങ്ങനെയാണത്? നബിമാരേക്കാൾ ശ്രേഷ്ഠരാണ് ആര്? റസൂലുകൾ എന്നുള്ളത്. റസൂൽ നബി തമ്മിൽ വ്യത്യാസം നമുക്കറിയാം. റസൂൽ എന്ന് പറഞ്ഞാൽ തൗഹീദിലേക്ക്, കുഫറിലായ ശിർക്കിലായ ആളുകളെ ദഅവത്ത് ചെയ്യാൻ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടവരാണ് ആര്? റസൂലുകൾ എന്ന് പറയുന്നത്. നബിമാർ എന്ന് പറഞ്ഞാലോ ഇസ്ലാമുള്ള തൗഹീദുള്ള ആളുകളെ അതിൽ ഉറപ്പിച്ചു നിർത്താൻ ആവശ്യമായിട്ടുള്ള തർബിയത്തും തസ്കിയത്തും നൽകേണ്ടവരാണ് ആര്? നബിമാർ എന്നുള്ളത്. നബിമാർക്ക് എന്തിന്റെ ഉത്തരവാദിത്തം ഉണ്ടാവില്ല? പുതുതായി ദഅവത്ത് ചെയ്യുന്ന ഉത്തരവാദിത്തം ഉണ്ടാവില്ല. ഉള്ള ആളുകളെ മാസിയത്തുകളിൽ നിന്ന് തടഞ്ഞ് അവരുടെ ദീന നിലനിർത്തേണ്ട ഉത്തരവാദിത്തമാണ് ആർക്കുള്ളത്? നബിമാർക്കുള്ളത്. അപ്പോ നബിമാരേക്കാൾ എല്ലാ റസൂലുകളും നബിമാരാണ്. എല്ലാ നബിമാരും എന്തല്ല? റസൂലല്ല. അപ്പൊ നബിമാരിൽ ശ്രേഷ്ഠരാണ് റസൂലുകളാണ്. റസൂലിൽ ശ്രേഷ്ഠരാണ് ഉലുൽ അസ്ം, ദൃഢത കൈവരിച്ച 5 പേരെന്ന് പറഞ്ഞ ആളുകളാണ്. ദൃഢത കൈവരിച്ചിട്ടുള്ള 5 ആളുകൾ. ഈ 5 ആളുകളുടെ ചരിത്രവും അള്ളാഹു ഖുർആനിൽ പ്രത്യേകം എടുത്തു പറഞ്ഞ് അതിൽ നിന്നുള്ള പാഠം ഉൾക്കൊള്ളാൻ മുഅ്മിനീങ്ങൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. കാരണം അത്ഭുതകരമായിട്ടുള്ള ഈമാൻ തെളിയിച്ച, ദൃഢത കൈവരിച്ച 5 ആളുകളാണ് ഉലുൽ അസ്ം എന്ന് പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ 5 ആളുകളെ പറ്റി പറഞ്ഞു, വഇദ് അഖദ്നാ മിനൻ നബിയ്യീന മീസാഖഹും. നബിമാരിൽ നിന്ന് അവരുടെ കരാർ നാം വാങ്ങിയ സന്ദർഭം, വമിൻക നിന്നിൽ നിന്ന്. അത് ആരോടാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. വമിൻ നൂഹിൻ, നൂഹ് നബി അലൈഹി ഇസ്ലാമിൽ നിന്ന്. വഇബ്രാഹീമ, ഇബ്രാഹിം നബിയിൽ നിന്ന്. വമൂസ വഈസ ഇബ്നു മറിയം, മൂസ നബി അലൈഹി ഇസ്ലാമിൽ നിന്നും ഈസ നബി അലൈഹി ഇസ്ലാമിൽ നിന്നും. വഅഖദ്നാ മിൻഹും മീസാഖൻ ഗലീദാ, അവരിൽ നിന്ന് നാം ശക്തമായിട്ടുള്ള കരാറാണ് വാങ്ങിയത്. ഈ 5 നബിമാരാണ് ആര്? ഉലുൽ അസ്മ് എന്ന് പറയുന്നത്. ആരൊക്കെയാണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം,
മൂസാ നബി അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാം, നൂഹ് നബി അലൈഹിസ്സലാം. ഈ 5 പേരാണ് ഉലുൽ അസ്ം എന്ന് പറയുന്നവർ. ഈ 5 പേരിൽ ആരാണ് ശ്രേഷ്ഠരായിട്ടുള്ളവർ? 2 ആളുകളാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. 2 പേരും അല്ലാഹുവിന്റെ ഖലീലുകളായി അല്ലാഹു തിരഞ്ഞെടുത്തവരാണ്. ഈ 2 കൂട്ടരിൽ ആരാണ് ശ്രേഷ്ഠരായിട്ടുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ഖലീലുമാണ്, ഹബീബുമാണ്. അല്ലാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന സൃഷ്ടിയാണ്. അല്ലാഹു അഷ്റഫുൽ ഖൽഖാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള റസൂൽ. അങ്ങനെ തന്നെ വിശ്വസിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ളത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലാണ് ഈ നുബുവത്തിനെ അല്ലാഹു അവസാനിപ്പിച്ചിട്ടുള്ളത്. അല്ലാഹുവിന്റെ സുന്നത്താണ് ഏറ്റവും അഫ്ളലായതിനെ അവസാനത്തിലാക്കുക എന്നത്. കാരണം നബിമാരിൽ ഏറ്റവും ശ്രേഷ്ഠനായ നബിയെ അവസാനത്തിലാക്കിയിട്ടുണ്ട്. ഉമ്മത്തിലെ ഏറ്റവും ഉത്തമ സമൂഹത്തെ അവസാനത്തിലാക്കിയിട്ടുണ്ട്. എല്ലാം അല്ലാഹുവിന്റെ സുന്നത്തായിട്ടുള്ള കാര്യമാണത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാതിമുൻ നബിയാണ്. അല്ലാഹു തആല സൂറത്തുൽ അഹ്സാബിൽ പറഞ്ഞു, മാ കാന മുഹമ്മദുൻ അബാ അഹദിൻ മിൻ റിജാലികും വലാകിൻ റസൂലല്ലാഹ് വഖാതമൻ നബിയ്യീൻ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളിൽ ഒരാളുടെയും ഒരു പുരുഷന്റെയും പിതാവല്ല, പക്ഷെ എന്താണ്? അവസാനത്തെ റസൂലാണ്. ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഇന്നഹു ലാ നബിയ്യ ബഅദി. എനിക്ക് ശേഷം ആരില്ല, ഒരു നബിയും വരാനില്ല. എനിക്ക് ശേഷം ഒരു നബിയും വരാനില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം നബിയാണെന്ന് ആരെങ്കിലും വാദിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അവന്റെ മേലെ ഹുക്കം എന്താണ്? ഇസ്ലാമിക ഭരണകൂടമാണെങ്കിൽ അവനെ വധിച്ചു കളഞ്ഞിട്ടുണ്ടാവും. ഇസ്ലാമിക ഭരണകൂടമാണെങ്കിൽ അവനെ വധിച്ചു കളഞ്ഞിട്ടുണ്ടാവും. അതായത് കള്ളനാണ്, അത് കളവ് പറയുന്നവനാണ്, അതിന് യാതൊരു സാധ്യതയും ഒരു അംശം പോലും സാധ്യത പരിഗണിക്കേണ്ടതില്ലാത്ത വിധം കളവായിട്ടുള്ള കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം ഒരു നബി വരിക എന്നുള്ളത്. ഇതാണ് റസൂലുകളുടെ വിശ്വാസത്തിൽ നാം പൊതുവായിട്ട് നാം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. 5ാമത്തെ അസ്ൽ എന്നുള്ളത് അൽ അസ്ലുൽ ഖാമിസ് മിൻ ഉസൂലിൽ ഈമാൻ. ഉസൂലുൽ ഈമാനിൽ 5ാമത്തെ അസ്ൽ എന്നുള്ളത് അൽ ഈമാനു ബിൽ യൗമിൽ ആഖിർ. അന്ത്യനാളിലുള്ള ഈമാനാണ്. അന്ത്യനാളിലുള്ള ഈമാനാണ്. അന്ത്യനാൾ എന്ന് പറഞ്ഞാൽ യൗമുൽ ആഖിർ അല്ലെങ്കിൽ അതിലുള്ള ഈമാൻ എന്ന് പറഞ്ഞാൽ മരണത്തോടു കൂടി തുടങ്ങുകയാണ്. മരണത്തോടു കൂടി അതിനുശേഷമുള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങൾ ഖുർആനിലും ഹദീസിലും എന്തെല്ലാം അറിയിച്ചിട്ടുണ്ടോ ആ കാര്യങ്ങളെല്ലാം എന്തിൽപ്പെട്ടതാണ്? യൗമുൽ ആഖിർ, അന്ത്യനാളിലെ വിശ്വാസത്തിൽ പെട്ടതായിട്ടുള്ള കാര്യമാണ്. മരണം എന്നുള്ളത് അതിന്റെ തുടക്കമാണ്. ഖബർ എന്നുള്ളത് അതിലെ ആദ്യത്തെ ഭവനമാണ്. അതുപോലെ തന്നെ ഉയർത്തെഴുന്നേൽക്കും അതിനുശേഷമുള്ളതും അതിന്റെ ഓരോ ഘട്ടങ്ങളാണ് എന്ന് മനസ്സിലാക്കണം. അപ്പൊ യൗമുൽ ആഖിർ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ, അന്ത്യനാളിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ പൊതുവായിട്ടൊരു വിശ്വാസമുണ്ട്. നിർബന്ധമായിട്ട് ദൃഢമായിട്ടുണ്ടായിരുന്ന വിശ്വാസം, മരണത്തിന് ശേഷം ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാകും എന്നുള്ള ദൃഢമായ വിശ്വാസം. അതിൽ പ്രത്യേകമായിട്ടുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ ഓരോ ഘട്ടങ്ങളും മരണത്തിലുള്ള കാര്യങ്ങൾ എന്തെല്ലാം ഖുർആനിലും ഹദീസിലും പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ അതെല്ലാം വിശ്വസിക്കണം. അതിനുശേഷം ഖബറിൽ ഉണ്ടാകുന്ന ശിക്ഷകൾ, ഖബറിൽ ഉണ്ടാകുന്ന അനുഗ്രഹങ്ങൾ, അതിലുണ്ടാകുന്ന ചോദ്യങ്ങൾ, അതിലുള്ള ഫിത്ന, അതിനെക്കുറിച്ച് വിശ്വസിക്കണം. അതിനുശേഷം ഉയർത്തെഴുന്നേൽപ്പ് വിശ്വസിക്കണം. അതിനുശേഷം മഹ്ശറിൽ വിശ്വസിക്കണം. അതിനുശേഷം മീസാൻ ഉണ്ട്. അതിനുശേഷം സിറാത്ത് ഉണ്ട്. ഏടുകൾ നിവർത്തപ്പെടുന്നതുണ്ട്. ആ വലത് കൈയിൽ വലത്തേതിന്റെ നന്മ ചെയ്തതിന്റെ ഏടുകൾ, ഇടത് കൈയിൽ തിന്മ ചെയ്തതിന്റെ ഏടുകൾ അത് നൽകപ്പെടുന്ന അവസ്ഥയുണ്ട്. അവസാനം സ്വർഗത്തിലേക്കും നരകത്തിലേക്കും ജനങ്ങൾ വേർതിരിയുന്ന അവസ്ഥയുമുണ്ട്. അതെല്ലാം അന്ത്യനാളിന്റെ വിശ്വാസത്തിൽ ഉൾക്കൊള്ളുന്ന കാര്യങ്ങളാണ്. ഈ അന്ത്യനാളിന്റെ വിഷയത്തിൽ ഒരു ശക്ക് നമുക്ക് ഉണ്ടാകാൻ പാടില്ല. ഒരു ശക്ക് അത് സംഭവിക്കോ? ഇല്ലേ. അങ്ങനെയൊന്നും ഉണ്ടോ? ഇല്ലേ. ഒരു ശക്ക് ഉണ്ടാകാൻ പാടില്ല. ദൃഢമായ വിശ്വാസം വേണം. യഖീനോട് കൂടി വിശ്വസിക്കേണ്ട കാര്യമാണ്. ലോകം അവസാനിക്കും എന്നുള്ളതും നമുക്കെല്ലാവർക്കും മരണമുണ്ടാകും എന്നുള്ളതും അതിനുശേഷം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും എന്നുള്ളതും ആ ഒരു ചിന്തയിലായിരിക്കണം സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളും കടന്നു പോകേണ്ടത്. ചില ആളുകളുണ്ട്, അവരുടെ ജീവിതത്തിൽ ഏതൊരു സന്ദർഭവും അവർ കണക്കുകൂട്ടുന്നത് പരലോകത്തെ വെച്ചിട്ടായിരിക്കും. അവർ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ഇത് പരലോകത്തേക്ക് എനിക്ക് എന്താവും എന്നുള്ള ചിന്തയിലായിരിക്കും. അങ്ങനെയുള്ളവരെ പറ്റി അള്ളാഹു അറിയിച്ചിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ തൂറിൽ പറയുകയാണ്, നാളെ സ്വർഗാവകാശികൾ അവർ സംസാരിക്കുന്ന സംസാരമായിട്ട് പറയാണ്, ഇന്നാ കുന്നാ ഖബ്ലു ഫീ അഹ്ലിനാ മുശ്ഫിഖീൻ.
നമ്മള് ദുനിയാവിലായിരുന്ന സമയത്ത് നമ്മുടെ കുടുംബത്തിലായിരിക്കും ഒക്കെ ഒരു പേടി ഭയമൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ പരലോകത്ത് എത്തണമെന്നുള്ള ചിന്ത ഉണ്ടായിരുന്നു. അള്ളാഹു നമുക്ക് അനുഗ്രഹം നൽകി. അള്ളാഹു കഠിനമായ ശിക്ഷ, നരക ശിക്ഷയിൽ നിന്ന് നമ്മെ രക്ഷിക്കുകയും ചെയ്തു എന്ന് സ്വർഗത്തിലെ ആളുകൾ പറയും. അതിന് എന്ത് വേണം? ദുനിയാവിൽ നമ്മുടെ കുടുംബങ്ങളിൽ നമ്മളിൽ ആ ഒരു ചിന്ത ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ അല്ലാഹു തആല സൂറത്തുൽ ഹാഖയിൽ പറയുന്നുണ്ട്, ഫഅമ്മാ മൻ ഊതിയ കിതാബഹു ബിയമീനിഹി, തന്റെ വലത് കൈയിൽ കിതാബ് നൽകപ്പെടുന്ന ആളുകൾ, വയഖൂലു ഹാഉം ഖറഊ കിതാബിയ, അവർ പറയുക എന്റെ കിതാബ് വായിച്ചു നോക്കിയോ, ഇന്നി വനന്തു അന്നി മുലാഖിൻ ഹിസാബിയ, എനിക്ക് ദൃഢമായ ഉറപ്പുണ്ടായിരുന്നു ഞാൻ എന്റെ വിചാരണ കണ്ടെത്തുമെന്നുള്ള ദൃഢബോധ്യം എനിക്കുണ്ടായിരുന്നു എന്ന് അവർ പറയും. പണ്ട് കിതാബ് ഇടുന്ന ആളുകൾ പറയുന്ന വാക്കാണ്. ഇവിടെ ഒരു കാര്യം സൂചിപ്പിക്കാൻ, ഇന്നിയ വനന്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. വന് എന്നുള്ളതിന് പൊതുവെ നമ്മൾ പറയാറുള്ള അർത്ഥം എന്താണ്? ഊഹം എന്നുള്ളതാണ്. എന്നാൽ ഖുർആനിൽ വന് എന്നുള്ളത് യഖീൻ എന്നുള്ള അർത്ഥത്തിൽ ധാരാളം സന്ദർഭങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. വന് എന്നുള്ളതിന് ഉസൂലിയായിട്ട് ഫിഖ്ഹിൽ ഉപയോഗിക്കുന്ന ഭാഷയുടെ അർത്ഥം ശരിയോട് അടുത്തിട്ടുള്ള ഒരു അറിവ് എന്നുള്ള അർത്ഥത്തിലാണ്, ഊഹം എന്നുള്ള അർത്ഥത്തിലാണ് ഫിഖ്ഹിന്റെ ഭാഷയിൽ ഉപയോഗിക്കാറുള്ളത്. എന്നാൽ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പല സന്ദർഭങ്ങളിലും വന് എന്നുള്ളത് യഖീൻ എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അത് ഉലമാക്കൾ അവരുടെ കിതാബിൽ ഉപയോഗിക്കുന്ന രീതിയാണ്. ഇവിടെ പറയുന്നത് ഇന്നി വനന്തു അന്നി മുലാഖിൻ ഹിസാബിയ, ഞാൻ ഊഹിച്ചിരുന്നു എന്നല്ല ഇതിന്റെ അർത്ഥം. ഞാൻ ദൃഢമായ ബോധ്യം എനിക്ക് ഉണ്ടായിരുന്നു, ഞാൻ വിചാരണ കാണേണ്ടി വരും, വിചാരണയെ ഞാൻ കണ്ടുമുട്ടുമെന്നുള്ള ദൃഢമായ ബോധ്യം എനിക്ക് ഉണ്ടായിരുന്നു എന്ന് ആളുകൾ പറയും. അപ്പൊ ആ ഒരു ബോധത്തിൽ വേണം നമ്മൾ ജീവിക്കാൻ വേണ്ടിയിട്ട്. ഈ പരലോകത്തിന്റെ ഓരോ കാര്യങ്ങളും വിശദീകരിക്കാൻ ഒരുപാടുണ്ട്. നമ്മൾ അതിനുപയോഗിക്കുന്നില്ല. നമ്മൾ ഈ പാഠത്തിന്റെ മുജ്മലായിട്ടുള്ള ഈ കിതാബിനെയാണ് മനസ്സിലാക്കുന്നത്. ഇപ്പൊ ഓരോന്നും പറയുകയാണെങ്കിൽ, ഇപ്പൊ മരണം, അതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, ഖബർ, അതിലെ അനുഗ്രഹങ്ങൾ, അതിലെ ചോദ്യം ചെയ്യലുകൾ, അതിന്റെ പരീക്ഷണങ്ങൾ, അത് കഴിഞ്ഞ് മഹ്ശറിലെ അഹ്വാലുകൾ, അവിടെയുള്ള അവസ്ഥകൾ എന്തൊക്കെയാണ്, അത് കഴിഞ്ഞിട്ട് പിന്നെ മീസാൻ ഏതൊക്കെ തരത്തിലുണ്ട്, എന്തെല്ലാമാണ് മീസാനിൽ തൂക്കുക, സിറാത്ത് എങ്ങനെയാണ് ഉണ്ടാവുക, അതെങ്ങനെയാണ് കടന്നു പോവുക, അതുപോലെ തന്നെ ഏടുകൾ അതെങ്ങനെയാണ്, എന്തെല്ലാം കാര്യങ്ങളാണ് രേഖപ്പെടുത്തിയിട്ടുണ്ടാവുക, ആ ഏടുകൾ വലത് കൈയിൽ നൽകപ്പെടുന്നവരുടെ വിശേഷങ്ങൾ എന്താണ്, ഇടത് കൈയിൽ നൽകപ്പെടുന്നവരുടെ വിശേഷങ്ങൾ എന്താണ്, സ്വർഗം അതെങ്ങനെയാണ്, അതിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്, നരകം അതെന്തൊക്കെയാണ് എന്നുള്ളത്. അങ്ങനെ ഒരുപാട് ഈ വിഷയങ്ങൾ മാത്രം വിശദീകരിച്ചുള്ള കിതാബുകളുണ്ട്. അതിലൊരു വളരെ വായിക്കാൻ ഉപകാരപ്രദമായ കിതാബാണ് ഇമാം അൽ ഖുർത്തുബി റഹിമഹുള്ളയുടെ തദ്കിറ എന്ന് പറയുന്നത്. മരണം മുതൽ സ്വർഗവും നരകവും വരെയുള്ള മുഴുവൻ ഹദീസുകളെയും ക്രോഡീകരിച്ച്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അന്ന് ലഭിച്ചിട്ടുള്ള ഹദീസുകളെല്ലാം ക്രോഡീകരിച്ച് ഭൂരിഭാഗവും വിശദീകരിക്കുന്ന ഒരു കിതാബാണ് തദ്കിറ. അതുപോലെ വേറെ കിതാബുകളുണ്ട്. ഇത് വളരെ ഒരുപാട് പേജുകളുണ്ട്, 1000 മറ്റു പേജുകളുണ്ട്. വളരെ വലിയ ഒരു കിതാബാണ്. എന്റെ ചെറുത് ഖുലാസയും ഇറങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ അന്ത്യനാളിലെ വിശ്വാസത്തിൽ പെട്ട അതിനോട് ഒപ്പമുണ്ടായിരിക്കേണ്ട ഒരു കാര്യമാണ് അശ്റാത്തുസ്സാഅ, അന്ത്യനാളിന്റെ അടയാളങ്ങൾ വിശ്വസിക്കുക എന്നത്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിലൂടെയാണ് ധാരാളം അറിയിച്ചിട്ടുള്ളത്. അതല്ലാതെ ഖുർആനിലൂടെയും വന്നിട്ടുണ്ട്. അന്ത്യനാൾ സംഭവിക്കുന്നതിനോട് അടുത്തായി ഉണ്ടാകുന്ന അടയാളങ്ങളെ പറ്റിയിട്ട്. അത് രണ്ട് രീതിയിലുണ്ട്. സുഗറയുമുണ്ട്, കുബറയുമുണ്ട്. അഥവാ ചെറിയ ലക്ഷണങ്ങളുമുണ്ട്, വലിയ ലക്ഷണങ്ങളുണ്ട്. ചെറുത് എന്ന് പറഞ്ഞാൽ ധാരാളം കാര്യങ്ങൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന, വ്യഭിചാരം വർദ്ധിക്കുന്ന, കൊലപാതകങ്ങൾ വർദ്ധിക്കുന്ന, അതുപോലെ തന്നെ അമാനത്ത് നഷ്ടപ്പെടുന്ന, അങ്ങനെ തുടങ്ങി ധാരാളം ചെറിയ ചെറിയ അടയാളങ്ങൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ വലിയ അടയാളങ്ങൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വലിയ അടയാളങ്ങൾ എന്ന് പറയുമ്പോൾ സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കുന്നത്, ആകാശത്തൊരു ദുഫാൻ, ഒരു പുകപടലം ഉണ്ടാകുന്നത്, അതുപോലെ ദജ്ജാൽ, ദാബത്തുൽ അർദ്, ഈസാ നബി അലൈഹിസ്സലാം പറയുന്നത്, ഇമാം മഹ്ദി, അതുപോലെയുള്ള ധാരാളം കാര്യങ്ങൾ വലിയ അടയാളങ്ങളായിട്ടും പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഈ കാര്യങ്ങൾ വിശ്വസിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, فهل ينظرون إلا الساعة أن تأتيهم بغتة فقد جاء أشراطها. അവർ അന്ത്യനാൾ പെട്ടെന്ന് സംഭവിക്കുമെന്നതിനെ കാത്തിരിക്കുകയാണോ? അത് അന്ത്യനാളിന്റെ അടയാളങ്ങൾ വന്നിട്ടുണ്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗം പോലെ എന്താണ്? അന്ത്യനാളിന്റെ അടയാളമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി എന്ന അന്ത്യനാളിന്റെ അടയാളമാണ്. അതുപോലെ തന്നെ പല കാര്യങ്ങളും, ചന്ദ്രൻ പിളർന്നു എന്നുള്ളത് അന്ത്യനാളിന്റെ അടയാളമാണ്. അന്ന് പോലെ അടയാളങ്ങൾ വന്നിട്ടുണ്ട്. അല്ലാഹുവിന്റെ ചോദ്യം ഭയപ്പെടുത്തുന്നതാണ്.
ഫഹൽ യൻദുറൂന ഇല്ല الساعة അന്ത്യനാളിനെയാണ് അവർ കാത്തിരിക്കുന്നത്. പെട്ടെന്ന് വരുന്നത്. അതിന്റെ അടയാളങ്ങൾ വന്നെത്തിയിട്ടുണ്ടല്ലോ. സഹോദരങ്ങളെ, പരലോകത്തെ കുറിച്ചുള്ള ചിന്ത നമുക്ക് എപ്പോഴും ഉണ്ടാവണം. കാരണം നമ്മുടേതായിട്ട് ജീവിതത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് ചില ആളുകൾക്ക് അവരുടെ സുഖങ്ങളെ പറ്റിയിട്ടാണ് ചിന്തിക്കാൻ ഉണ്ടാവുക. അവരുടെ അനുഗ്രഹങ്ങൾ, അവരുടെ ഇണകൾ, അവരുടെ മക്കൾ, അവരുടെ സമ്പാദ്യം, അതുപോലെയുള്ള കാര്യങ്ങൾ. മറ്റു ചില ആളുകൾക്ക് അവരുടെ ബുദ്ധിമുട്ടുകളായിരിക്കും, അവരുടെ കഷ്ടപ്പാടുകൾ, ഇതെല്ലാം ആയിരിക്കും അതിന് ചിന്ത ഉണ്ടാവുക. പക്ഷെ ഇതെല്ലാം ഒരു നിമിഷത്തിൽ അവസാനിക്കുന്ന ഒരു കാര്യമാണ് പരലോകം എന്നുള്ളത്. മരണത്തിന് ശേഷം എന്തായി? പരലോകം തുടങ്ങുകയാണ്. ദുനിയാവിന്റെ സമയ പ്രക്രിയയിൽ നമ്മൾ പുറത്താണ്. അതായത് നമ്മൾ മരിക്കുന്നതോടുകൂടി ദുനിയാവിന്റെ സമയ പ്രക്രിയയിൽ നിന്ന് അതിന്റെ എല്ലാ കാര്യത്തിലും നമ്മൾ പുറത്തായിട്ടുണ്ട്. ഇപ്പൊ മനസ്സിലാവുന്ന ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ആദം നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് മരണപ്പെട്ട ഒരാൾക്കും ലോകാവസാനത്തിന്റെ തലേന്ന് മരണപ്പെടുന്ന ഒരാൾക്കും ബർസഖിയായ ജീവിതം ഒരേ കാലയളവായിരിക്കും. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഖബർ ജീവിതം ഒരേ കാലയളവായിരിക്കും. കാരണം അവരെന്ത് വിട്ടുപോന്നിട്ടുണ്ട്? ദുനിയാവിന്റെ സമയം എന്നുള്ളതിൽ നിന്ന് അവര് പുറത്തായിട്ടുണ്ട്. അവര് ആഖിറത്തിലേക്ക് കടന്നിട്ടുണ്ട്. മരണം എന്ന കവാടത്തോട് കൂടി അവരെന്തായി? അതൊരു കവാടമാണ്. അതിലൂടെ അവർ പരലോകത്തേക്ക് കടക്കാൻ. പരലോകത്തേക്ക് എന്തില്ല? ഈ സൂര്യൻ അസ്തമിക്കുന്ന കണക്ക് പ്രകാരമുള്ള സമയമില്ല. സമയം എന്നുള്ള പ്രക്രിയക്ക് പുറത്തായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരേ കാലയളവാണ് എപ്പം മരിക്കുന്ന ആൾക്കും ബർസഖിയായ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കുറെ ആൾക്ക് കൂടുതലിട്ട്, കുറെ ആൾക്ക് കുറച്ചിട്ട്, അങ്ങനെയല്ല. ചില ആൾക്കാർക്ക് അങ്ങനെ ഒരു ധാരണയുണ്ട്. മുമ്പ് മരിച്ച ആളുകൾ ഇത്രയും കാലം ഖബറില്, അവസാനം മരിക്കുന്ന ആളുകൾ കുറച്ചു കാലം ഖബറില്. അങ്ങനെയല്ല. ഖബർ ജീവിതം എന്നുള്ളത്, ബർസഖിയായത് എല്ലാവർക്കും ഒരുപോലെയാണ്. കാരണം അവർ ആഖിറത്തിന്റെ ലോകത്താണ്. അപ്പൊ നമ്മുടെ ഈ ദുനിയാവിൽ നമ്മൾ സുഖത്തിലാവട്ടെ, ദുഃഖത്തിലാവട്ടെ, അനുഗ്രഹങ്ങളിലാവട്ടെ, ഞെരുക്കുന്നതിലാവട്ടെ, മരണത്തിനെ കുറിച്ചുള്ള ചിന്തയും ഇതെല്ലാം ഉദ്ദേശിച്ചു പോകേണ്ട പരലോകം എന്നുള്ള യാഥാർത്ഥ്യം ഉണ്ടല്ലോ എന്നൊരു ബോധം നമുക്ക് വേണം. നമ്മുടെ പ്രായം ആലോചിച്ച് നോക്കി. പലപ്പോഴും നമുക്ക് ഓർമ്മ വരുന്ന ഒരു കാര്യം, നമ്മുടെ പ്രായം ഇപ്പോ ഇവിടെ 20 വയസ്സ്, 30 വയസ്സ്, 40 വയസ്സ്, 50 വയസ്സ്, 60 വയസ്സ്, 60 വർഷം, 50 വർഷം, 40 വർഷമായി നമ്മൾ ഈ ദുനിയാവിൽ ജീവിക്കുന്നു. എന്തെല്ലാം കാര്യങ്ങൾ കഴിഞ്ഞു. ഇനിയൊരു 30, 20, 10 വർഷമാണ് നമുക്ക് ഈ ദുനിയാവിൽ ഉണ്ടാവുക. നമ്മുടെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. നമ്മളൊരു ജോലിയായിട്ട് വന്ന് ആ ജോലി കഴിഞ്ഞിട്ട് നമ്മൾ പോവാണ്. നമുക്ക് വിദേശത്ത് പോണ പോലെ ആരെങ്കിലും ഒരു മാസത്തിന് വിസിറ്റ് ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് വേറെ പുറത്തേക്ക് പോയിരിക്കുകയാണ്. ദുബായിലോ സൗദിയിലോ എവിടെയെങ്കിലും പോയിരിക്കുക. അവിടെ പോയിട്ട് അവൻ റിട്ടേൺ ടിക്കറ്റ് എടുത്തിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ അവന് 20 ദിവസം കഴിഞ്ഞു, ഈ 10 ദിവസം കൂടി ഉള്ളൂ. അതിനുള്ളിൽ എന്താ അവന് ചെയ്യാൻ ഏൽപ്പിക്കപ്പെട്ട ജോലി അവൻ ചെയ്തു തീർക്കേണ്ടി വരും. ഈ 10 ദിവസം കഴിഞ്ഞാൽ എന്തായാലും പോകേണ്ടി വരും. അവനവിടെ നിൽക്കാൻ സാധിക്കില്ല. അതുപോലെയാണ് നമ്മുടെ എല്ലാം ജീവിതം. മധ്യനാളിനെ കുറിച്ചുള്ള ഓർമ്മ നമുക്ക് നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് ഓർമ്മിക്കാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഒരുക്കണം. ഖബറിടങ്ങൾ സന്ദർശിക്കണം, മരണത്തെ കുറിച്ച് ആലോചിക്കണം, മരണത്തിനെ കുറിച്ച് പറയുന്ന, പരലോകത്തിനെ കുറിച്ച് പറയുന്ന ആയത്തുകൾ കുറിച്ച് ആലോചിക്കണം. ആ ചിന്ത നമുക്ക് നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കണം. ഇനി അടുത്തത് ആറാമത്തെ അർക്കാനുൽ ഈമാനിൽ, ഉസൂലുൽ ഈമാനിൽ ആറാമത്തെ കാര്യം അൽ അസ്ലു സാദിസ് മിൻ ഉസൂലിൽ ഈമാൻ الإيمان بالقدر خيره وشره من الله تبارك وتعالى. الله سبحانه وتعالى ഖദറിലുള്ള വിശ്വാസം. ഖദർ എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ നിർണയിക്കപ്പെട്ടതാണ് എന്നുള്ള വിശ്വാസം. അത് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണം. ദൃഢമായി വിശ്വസിക്കേണ്ട ഒരു കാര്യമാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പോലെയുള്ളവർ നിവാമുൽ തൗഹീദ്, തൗഹീദിന്റെ ഒരു ഓർഡർ, ഒരു സംഹിത എന്ന് പറഞ്ഞ വിഷയമാണ് ഖദറിലുള്ള വിശ്വാസം. ഖദറിലുള്ള വിശ്വാസം ഒരാൾ ശരിയായാൽ അത് തൗഹീദ് പൂർത്തീകരിക്കുന്നതാണ്. അതിലവൻ സംശയത്തിലായി അതിന് പിന്നാലെ പോയാൽ അവൻ നിരീശ്വരവാദത്തിലേക്ക് എത്തുന്നതാണ് എന്ന് പണ്ഡിതന്മാർ ഓർമ്മപ്പെടുത്തിയത് കാണാം. കാരണം സാധാരണ ഒരു ബുദ്ധിക്ക് ചിലപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചില്ല എന്ന് വരും. ഇസ്ലാം ഏറ്റവും അധികം വേണ്ട കാര്യമാണ്, അള്ളാഹുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. ഖദറിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, നമുക്ക് സംഭവിക്കുന്ന, നമുക്ക് തോന്നുന്ന നന്മകളാവട്ടെ തിന്മകളാവട്ടെ, നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അറിവോടുകൂടിയും ആകാശഭൂമികൾ സൃഷ്ടിക്കുന്നതിന്റെ 50,000 വർഷം മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തി വെച്ചതുമാണ് എന്ന് നാം ഓരോരുത്തരും ദൃഢമായി വിശ്വസിക്കണം. അതിലൊരു സംശയം ഉണ്ടാവാൻ പാടില്ല. അതിലൊരു സംശയവും ഉണ്ടാകാൻ പാടില്ല. എന്തിനാണ് അല്ലാഹു തആല ഇത് രേഖപ്പെടുത്തി വെച്ചത്? എന്തിനാണ് രേഖപ്പെടുത്തി വെച്ചത്?
നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ദുനിയാവിൽ കുറെ കിട്ടുകയാണ്, അപ്പൊ നിങ്ങൾ പരിധി വിട്ട് സന്തോഷിക്കാൻ പാടില്ല, അതിനു വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് നഷ്ടപ്പെടാണ്, ഒരു പരിധി വിട്ട് നിങ്ങൾ ദുഃഖിക്കാൻ പാടില്ല, അതിനു വേണ്ടിയിട്ടാണ്. അള്ളാഹുവിന്റെ തീരുമാനമാണ് എന്നുള്ളതിൽ നിങ്ങൾ സമാധാനം കൊള്ളാൻ വേണ്ടിയിട്ടാണ്. ഖദറിലുള്ള വിശ്വാസത്തിന് 4 റുക്നുകളുണ്ട്. ഒരാൾ അള്ളാഹുവിന്റെ ഖദറിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ 4 കാര്യങ്ങളിൽ വിശ്വസിക്കണം. അതിലെ ബൈത്തുകളായിട്ട് പണ്ഡിതന്മാർ പറഞ്ഞു, ഇൽമുൻ കിതാബതു മൗലാന മശീഅതുഹു വഖൽഖുഹു വഹുവ തക്വീർ വഈജാദു. ഇൽമുൻ അറിവാണ്, കിതാബത്ത് മൗലാന നമ്മുടെ മൗലയായിട്ടുള്ള അള്ളാഹുവിന്റെ രേഖപ്പെടുത്തലുമാണ്, അറിവും രേഖപ്പെടുത്തലുമാണ്. മശീഅതുഹു അവന്റെ ഉദ്ദേശവുമാണ്. വഖൽഖുഹു അവന്റെ സൃഷ്ടിപ്പാണ്. വഹുവ തക്വീനുൻ വഈജാദു അതുകൊണ്ടാണ് ഈ സംഭവങ്ങളെല്ലാം ഉണ്ടാകുന്നത്. അതായത് 4 കാര്യങ്ങളിൽ ഒരാൾ വിശ്വസിക്കുമ്പോഴാണ് അയാളുടെ ഖദറിലുള്ള വിശ്വാസം ശരിയാവുക. ഏതൊക്കെയാണ് 4 കാര്യങ്ങൾ? 1 അൽ ഇൽം അള്ളാഹുവിന്റെ അറിവ്, 2 അൽ കിതാബത്ത് അള്ളാഹുവിന്റെ രേഖപ്പെടുത്തൽ, 3 അൽ മശീഅത്ത് അള്ളാഹുവിന്റെ ഉദ്ദേശം, 4 അൽ ഖൽഖ് അള്ളാഹുവിന്റെ സൃഷ്ടിപ്പ്. ഇതാണ് ഖദറിലുള്ള വിശ്വാസത്തിന്റെ 4 മർത്തബകൾ. ഒന്നാമത്തേത് അൽ ഈമാൻ ബിൽ ഇൽം അറിവിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ അന്നല്ലാഹു സുബ്ഹാനഹു വ തആല അലിമ അസ്ലൻ മാ കാന അള്ളാഹുവിന് കഴിഞ്ഞു പോയ കാര്യങ്ങളെല്ലാം അറിയാം. അള്ളാഹുവിന്റെ അറിവ് എന്നുള്ളത് സഹോദരങ്ങളെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. എത്രത്തോളം അതിനെക്കുറിച്ച് നാം പഠിക്കുന്നുവോ ചിന്തിക്കുന്നുവോ അത്രത്തോളം നമ്മൾ ഈമാൻ വർദ്ധിക്കും. കാരണം അള്ളാഹുവിന്റെ അറിവ് എന്ന് പറഞ്ഞാൽ അള്ളാഹു ഉള്ളതിനോടൊപ്പം, അതിന് അള്ളാഹുവിന് തുടക്കല്ല, അള്ളാഹുവിന് തുടക്കം അവസാനം ഉണ്ടോ? ഇല്ല. അള്ളാഹു അസലിയായിട്ടുള്ള അദീവായിട്ടുള്ളവനാണ്, അള്ളാഹുവിന് തുടക്കല്ല. അപ്പൊ അന്ന് മുതൽ തന്നെ അള്ളാഹുവിന്റെ അറിവ് എന്താണ്? പൂർണ്ണമാണ്. അള്ളാഹുവിന്റെ അറിവിലേക്ക് പുതുതായി എന്തെങ്കിലും ഒരു കാര്യം കിട്ടാനുണ്ടോ? ഒരിക്കലുമില്ല. ഒരിക്കലും അള്ളാഹുവിന്റെ അറിവിലേക്ക് പുതുതായിട്ടൊരു കാര്യം കയറാനില്ല. അള്ളാഹു എപ്പോഴുണ്ടോ അപ്പോൾ മുതൽ തന്നെ, ഞാൻ പറയുന്നത് മനസ്സിലാവാനുണ്ടോ, അള്ളാഹു എപ്പോഴും ഉണ്ട്, പക്ഷെ അപ്പോഴെല്ലാം അള്ളാഹുവിന്റെ അറിവ് പൂർണ്ണമാണ്. അപ്പൊ അള്ളാഹുവിന് കഴിഞ്ഞു പോയ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളമാണ് സമയവും കാലവും ഉള്ളത്. സമയവും കാലവും സ്ഥലവും ഒക്കെ ആർക്കാണ് ബാധകം? മനുഷ്യനാണ്. അപ്പൊ അള്ളാഹു മനുഷ്യന് ജീവിക്കാൻ വേണ്ടി ഒരുക്കിയതാണ്. ആ സമയത്തിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യൻ കാലത്തെ 3ആയി തിരിച്ചു. ഒന്ന് ഭൂതകാലം എന്ന് പറയും, ഭാവി കാലം എന്ന് പറയും, ഇപ്പോഴുള്ള വർത്തമാനകാലം എന്ന് പറയും. ഈ 3 ആയിരിക്കില്ല, അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അള്ളാഹുവിന് ഈ 3 ഇല്ല. അള്ളാഹുവിന് എല്ലാം ഒരുപോലെയാണ്, എല്ലാം ഒരുപോലെ അറിയുന്നവരാണ് ആര്? അള്ളാഹു. നമുക്ക് കഴിഞ്ഞ ഇന്നലെ നടന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയെന്ന് നമ്മൾ അറിയുന്നത് പോലെ നാളെ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എന്താണെന്ന് അറിയുന്നവരാണ് ആര്? അള്ളാഹു. അപ്പൊ അള്ളാഹുവിന്റെ അറിവ് ഈ ലോകത്ത് എന്തെല്ലാം സംഭവിക്കുന്നുണ്ടോ അതിനെ എല്ലാം മുന്നിട്ടതാണ് നമ്മൾ വിശ്വസിക്കണം. എന്ത് കാര്യം നടക്കുന്നതിന് മുമ്പേ അള്ളാഹുവിന്റെ അറിവ് അതിനെ മുൻഗണനയിട്ടുണ്ട്. അള്ളാഹു കഴിഞ്ഞു പോയ കാര്യങ്ങൾ അറിയുന്നു, വരാൻ പോകുന്ന കാര്യങ്ങൾ അറിയുന്നു, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അറിയുന്നു. നടക്കാത്തൊരു കാര്യം നടന്നാൽ എങ്ങനെ ആയിരിക്കുമെന്നും അള്ളാഹുവിന് അറിയാം. അള്ളാഹുവിന് അറിയാം. അപ്പൊ അള്ളാഹുവിന്റെ അറിവ് എല്ലാത്തിനെയും മുൻകടന്നിട്ടുണ്ട് എന്ന്. അള്ളാഹുവിന്റെ അറിവിനെ മനസ്സിലായ ഒരാൾക്ക് ഖദറിൽ ഒരു സംശയം ഉണ്ടാവില്ല. കാരണം സംശയിക്കാൻ സാധിക്കൂല. കാരണം അള്ളാഹുവിന്റെ അറിവ് അത്ര വിശാലമാണ്. രണ്ടാമത്തെ മർത്തബ ഖദറിലുള്ള വിശ്വാസത്തിൽ അൽ ഈമാൻ ബിൽ കിതാബ്. അള്ളാഹു ഈ അറിവ് എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഭൂമിയിൽ നടക്കുന്ന കാര്യങ്ങളെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അള്ളാഹുവിന് അറിവുണ്ട് എന്നുള്ളത് ഒന്നാമത്തെ ഭാഗം. ആ അറിവ് ആകാശഭൂമികൾക്കിടയിൽ മനുഷ്യരുടെ ഈ ജീവിതത്തിൽ ആദ്യ മനുഷ്യൻ മുതൽ അവസാനം വരെ എന്തെല്ലാം കാര്യങ്ങൾ നടക്കണം, മനുഷ്യരുടെ വിഷയത്തിലുള്ള എന്തെല്ലാം കാര്യങ്ങൾ പൂർണ്ണമായി അള്ളാഹു എന്ത് ചെയ്തിട്ടുണ്ട്? രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഖുർആനിലും ഹദീസിലും ധാരാളം കാണാം. ഖുർആനിൽ അല്ലാഹു പറഞ്ഞു സൂറത്തുൽ ഹജ്ജിൽ ഇന്ന ദാലിക ഫീ കിതാബ് ഇന്ന ദാലിക അലല്ലാഹി യസീർ. അല്ലാഹു അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹുവിന് അത് എളുപ്പമാണ്. അവർ സഹീഹ് മുസ്ലിമിലെ ഹദീസിൽ നമുക്ക് കാണാം കതബല്ലാഹു മഖാദിറൽ ഖലായിഖ് ഖബ്ല അൻ യഖ്ലുഖ അസ്സമാവാതി വൽ അർള ബി 50000 സന. ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിന് 50,000 വർഷം മുമ്പ് സൃഷ്ടികളുടെ ഖദറുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. മറ്റൊരു ഹദീസിൽ ഇന്ന അവ്വല മാ ഖലഖ അല്ലാഹു അൽ ഖലം. അല്ലാഹു ആദ്യമായി സൃഷ്ടിച്ചത് പേനയാണ്. ഫഖാല ലഹു, എന്നിട്ട് അതിനോട് പറഞ്ഞു ഉക്തുബ്, നീ എഴുതുക. ഖാല റബ്ബി വമാദാ അക്തുബ്. പേന ചോദിച്ചു, റബ്ബേ ഞാൻ എന്താണ് എഴുതേണ്ടത്? ഖാല ഉക്തുബ് മാ ഹുവ കായിനുൻ ഇലാ യൗമിൽ ഖിയാമ. അന്ത്യനാൾ വരെ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ നീ എന്ത് ചെയ്യുക? എഴുതി വെക്കാൻ പറഞ്ഞു. അപ്പൊ അള്ളാഹുവിന്റെ അറിവ്
മുൻകഴിഞ്ഞു പോയിട്ടുണ്ട്. ഈ ദുനിയാവിൽ നടക്കുന്ന കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. രേഖപ്പെടുത്തി എന്തിനാ? നമ്മൾ പറയാൻ പാടില്ല, അള്ളാഹു നമ്മുടെ അനീതി കാണിച്ചു എന്നൊന്നും പറയാൻ പാടില്ല. അതിന് വേണ്ടിയിട്ടാണ്. മൂന്നാമത്തെ മർത്തബ എന്നുള്ളത് മശീഅത്ത്. അള്ളാഹുവിന്റെ അറിവിൽ കടന്നു പോയിട്ടുള്ള, അള്ളാഹു രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ അള്ളാഹു ഉദ്ദേശിക്കുമ്പോഴാണ് സംഭവിക്കുക. അത് യഥാവിധി സംഭവിച്ചോളുന്നുണ്ടോ? ഇല്ല. അള്ളാഹു രേഖപ്പെടുത്തിയെന്നോടെ നടന്നോളുന്നുണ്ടോ? ഇല്ല. അള്ളാഹുവിന്റെ ഉദ്ദേശം ഉണ്ടാകുമ്പോഴാണ് ആ കാര്യം സംഭവിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തു തക്വീറിൽ പറഞ്ഞു, വമാ തശാഊന ഇല്ലാ അയ്യശാ അല്ലാഹു റബ്ബുൽ ആലമീൻ. അള്ളാഹു ഉദ്ദേശിക്കാതെ അവർ ഉദ്ദേശിക്കുന്നില്ല. നമ്മളൊരു കാര്യം ചെയ്യാൻ ഉദ്ദേശിച്ചു, ഞാനിപ്പോ ഈ പേന എടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ ഉദ്ദേശം ഉണ്ടെങ്കിലാണ് അത് സംഭവിക്കുക. നമ്മുടെ ഉദ്ദേശം അള്ളാഹുവിന്റെ ഉദ്ദേശത്തിനോട് യോജിച്ച് വരണം. അതിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് അള്ളാഹു ഉദ്ദേശിക്കുമ്പോഴാണ് അത് സംഭവിക്കുക. അപ്പൊ ഏത് കാര്യവും അള്ളാഹുവിന്റെ അറിവിൽ കടന്നു പോയിട്ടുണ്ട്, അള്ളാഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ അള്ളാഹു എന്ത് ചെയ്യണം? അത് ഉദ്ദേശിക്കണം. അള്ളാഹുവിന്റെ മശീയത്ത് കൗനിയായതും ഉണ്ടാവും, ഖദരിയായതും ഉണ്ടാവും, അല്ലെങ്കിൽ ശർഈ ആയതും ഉണ്ടാവും. ദീനിലെ ചില ഉദ്ദേശങ്ങൾ ഉണ്ടാവും. അള്ളാഹുവിന്റെ അടിമ നിസ്കരിക്കണം എന്ന് അള്ളാഹു കൽപ്പിക്കുന്നുണ്ടാവും. പക്ഷെ അത് അടിമക്ക് സ്വാതന്ത്ര്യമുള്ള ഒരു കാര്യമായിരിക്കും. അവര് ചെയ്യാനും ചെയ്യാതിരിക്കാനും യോഗ്യത ഉണ്ടാവും. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല മഴ പെയ്യണം എന്ന് കൗനിയായിട്ടൊരു കാര്യം ഉദ്ദേശിക്കാൻ എന്താവും? അത് അങ്ങനെ തന്നെ സംഭവിക്കും. ശർഈയായിട്ടുള്ള അള്ളാഹുവിന്റെ മശീയത്തുകൾ അല്ലെങ്കിൽ ഇറാദത്തുകൾ എന്ന് പറയും. ശർഈയായിട്ടുള്ള ഉദ്ദേശങ്ങൾക്ക് ഇറാദത്ത് എന്ന് പറയും. അത് മനുഷ്യന് തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം അള്ളാഹു എന്ത് കൊടുത്തിട്ടുണ്ട്? ഈ ദുനിയാവിൽ കൊടുത്തിട്ടുണ്ട്. എന്നാൽ അതേസമയം ആകാശത്ത് നിന്ന് മഴ പെയ്യണമെന്നോ, ചെടി മുളക്കെന്നോ, അല്ലെങ്കിൽ ഭൂമി കുലുങ്ങണമെന്നോ അതുപോലുള്ള വിഷയങ്ങൾ എന്താണ്? അള്ളാഹുവിന്റെ കൗനിയായതാണ്. അത് അതുപോലെ സംഭവിക്കും. ഈ കാര്യങ്ങളിൽ അള്ളാഹുവിനെ അനുസരിക്കുന്നതിലും ധിക്കരിക്കുന്ന വിഷയങ്ങളിലും മനുഷ്യർക്ക് സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട് എന്ന് മാത്രം. നാലാമത്തെ മർത്തബ എന്നുള്ളത് മർത്തബത്തുൽ ഖൽഖ്. ഇനി അള്ളാഹുവിന്റെ അറിവിൽ കടന്നു പോയിട്ടുള്ള, അള്ളാഹു രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള കാര്യങ്ങൾ അള്ളാഹുവിന്റെ ഉദ്ദേശത്തോടുകൂടി സംഭവിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ആ കാര്യങ്ങളെല്ലാം, എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നുണ്ടോ അതെല്ലാം അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. ഈ സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. അള്ളാഹു തആല സൂറത്തു സ്വാഫാത്തിൽ പറഞ്ഞു, വല്ലാഹു ഖലഖകും വമാ തഅമലൂൻ. അള്ളാഹുവാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. അള്ളാഹു നിങ്ങളെ സൃഷ്ടിച്ചു, നിങ്ങളുടെ പ്രവർത്തികളെയും നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെയും അള്ളാഹു സൃഷ്ടിച്ചു. നിങ്ങളെ സൃഷ്ടിച്ചത് അള്ളാഹുവാണ്, നിങ്ങളുടെ പ്രവർത്തനങ്ങളെയും സൃഷ്ടിച്ചതാരാണ്? അള്ളാഹുവാണ്. കാരണം നമ്മളെ സൃഷ്ടിച്ച അള്ളാഹു ആണെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ എന്താണ്? അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. അതുപോലെ തന്നെ അല്ലാഹു ഖാലിഖു കുല്ലി ഷൈഇൻ. സൃഷ്ടിക്കപ്പെട്ട എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിന്റെ എല്ലാം ഖാലിഖാണ്? അള്ളാഹുവാണ്. ഇത് ഖദറിലെ വിശ്വാസം എന്ന് പറഞ്ഞാൽ വളരെ വിലപ്പെട്ട ഒരു വിശ്വാസമാണ്. കാരണം ഒരുപാട് ആളുകൾ ഇസ്ലാമിലെ മജൂസികൾ, ഈ ഉമ്മത്തിലെ മജൂസികൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആളുകളാരാണ്? ഖദരിയാക്കളാണ്. ഖദർ നിഷേധിക്കുന്ന ആളുകളാണ്. എന്നാൽ ജബരിയാക്കളുണ്ട്. എല്ലാം ഖദറാണ്, എല്ലാം അള്ളയാണ്. അള്ളാഹ് ഉദ്ദേശിക്കുന്നതേ നടക്കുള്ളൂ. നമുക്കൊരു തീരുമാനമില്ല. എല്ലാം അള്ളാഹിന്റെ മാത്രമാണ്. പക്ഷെ നമ്മൾ മനുഷ്യന് ചെയ്യാനുള്ള ഒരു യോഗ്യതയില്ല. ഞാൻ തെറ്റിയതാ, ഞാൻ കള്ളുടിച്ചാലും അള്ളാഹിന്റെ തീരുമാനമാണ്, ഞാൻ നിസ്കരിച്ചാലും അള്ളാഹിന്റെ തീരുമാനമാണ്, ഒക്കെ അള്ളാഹിന്റെ തീരുമാനമാണെന്ന് പറഞ്ഞിരുന്ന ആളുകളുണ്ട്. പിഴച്ച വാദമാണ്. എന്നാൽ മനുഷ്യന് അള്ളാഹു സ്വാതന്ത്ര്യം നൽകുന്നതിനോടൊപ്പം തന്നെ അള്ളാഹുവിന്റെ മശീയത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് കാര്യങ്ങൾ സംഭവിക്കുക എന്നുള്ളതാണ് ആ വിശ്വാസത്തിലെ പ്രധാനപ്പെട്ട ഭാഗം. അപ്പൊ നാലാമത്തേത്, ഇതെല്ലാം അള്ളാഹുവിന്റെ സൃഷ്ടിയാണെന്ന് മനസ്സിലാക്കണം. അതായത് 4 കാര്യങ്ങൾ. അള്ളാഹുവിന്റെ ഇൽമ് ഇതിനെ മുൻകടന്നിട്ടുണ്ട്, അള്ളാഹു കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്, അള്ളാഹുവിന്റെ ഉദ്ദേശം കൊണ്ടാണ് കാര്യങ്ങൾ നടക്കുക, നടക്കുന്ന കാര്യങ്ങളെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടികളാണ് എന്ന് നാം വിശ്വസിക്കണം. വളരെ പ്രധാനപ്പെട്ട വിശ്വാസമാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ജനാസയിലായിരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭൂമിയിൽ ഇങ്ങനെ ഒരു വര ഇങ്ങനെ വരയ്ക്കുക. എന്നിട്ട് പറഞ്ഞു, മാ മിൻകും മിൻ അഹദിൻ ഇല്ലാ വഖദ് കുതിബ മഖ്അദുഹു മിനൻ നാർ വ മഖ്അദുഹു മിനൽ ജന്ന. നിങ്ങളിൽ ഒരാളും തന്നെയില്ല, നിങ്ങളുടെ കൂട്ടത്തിൽ നരകാവകാശികളുടെ സ്ഥാനങ്ങൾ അത് രേഖപ്പെടുത്തി വെക്കാതെയും സ്വർഗാവകാശികളുടെ സ്ഥാനങ്ങൾ രേഖപ്പെടുത്തി വെക്കാതെയും ഒരാളും തന്നെ ഇല്ല. എല്ലാം തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ സഹാബികൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അഫലാ നത്തകിലു അലാ കിതാബിന, ഞങ്ങളുടെ കിതാബിൽ ആശ്രയിച്ച് നിന്നാൽ പോലെ, അമല് ഞങ്ങൾ ഒഴിവാക്കിക്കൊള്ളട്ടെ, നിങ്ങൾ പിന്നെ എന്തിനാ ചെയ്യുന്നത്? രേഖപ്പെടുത്തിയല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഅ്മലൂ, നിങ്ങൾ പ്രവർത്തിക്കണം, നിങ്ങളോട് കൽപ്പിച്ചെന്താണോ പ്രവർത്തിക്കണം.
ഏതൊന്നിനാണോ സൃഷ്ടിക്കപ്പെട്ടത് അതിലേക്ക് ഓരോരുത്തരും എളുപ്പമാക്കപ്പെടും. സൗഭാഗ്യത്തിന്റെ ആളാണെങ്കിൽ സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള കാര്യങ്ങൾ അവന് എളുപ്പമാകും. എന്നാൽ ദൗർഭാഗ്യത്തിന്റെ ആളാണെങ്കിൽ അവനിലേക്ക് ലഭിക്കുന്ന അവസ്ഥകൾ ആ തിന്മയിലേക്കുള്ള വഴിയായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് കാണാം. അപ്പൊ നമ്മുടെ മേലുള്ള ബാധ്യത എന്താണ്? അള്ളാഹു നമ്മോട് കൽപ്പിച്ച കാര്യങ്ങൾ അനുസരിച്ച് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മേലുള്ള ബാധ്യത. കാരണം നമുക്ക് എന്തറിയില്ല, അള്ളാഹുവിന്റെ ഖദറിനെ പറ്റി നമുക്കറിയില്ല. അള്ളാഹുവിന്റെ ഇൽമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു ഒരു സൃഷ്ടി സൃഷ്ടിച്ചിട്ട് ആ സൃഷ്ടി എന്താവുമെന്ന് അള്ളാഹുവിന് അറിയുന്നില്ല എങ്കിൽ ആ സൃഷ്ടാവിന് പിന്നെ എന്ത് വിലയുള്ളത്? ഒരു സൃഷ്ടിയെ അള്ളാഹു സൃഷ്ടിച്ചിട്ട് ആ സൃഷ്ടി എന്താവും ചെയ്യുക, അല്ലെങ്കിൽ ആ സൃഷ്ടി എന്തായിരിക്കും, ആ സൃഷ്ടി നരകത്തിലാവോ സ്വർഗത്തിലാവോ എന്ന് അറിവ് അള്ളാഹ്ക്കില്ല എങ്കിൽ അള്ളാഹുവിന് എന്ത് സ്ഥാനമുള്ളത്? അള്ളാഹുവിന്റെ അറിവ് പൂർണ്ണമാണ്. അതൊരിക്കലും ഒരു അടിമയുടെ മേലെ അള്ളാഹു നിർബന്ധിക്കുന്നതല്ല. മനുഷ്യന്റെ സ്വാതന്ത്ര്യം നൽകിക്കൊണ്ട് അള്ളാഹുവിന്റെ അറിവ് അതിനെ മുൻഗണനയിട്ടുള്ളതാണ്. അത് ആ രീതിയിൽ നമ്മൾ മനസ്സിലാക്കുക. ഇൻഷാ അല്ലാഹ് വിശ്വാസത്തിൽ ഏറ്റവും തുറന്നേകുന്ന ഒരു കാര്യമാണ് ഖദറിലുള്ള വിശ്വാസം എന്നുള്ളത്. അപ്പോൾ ഈ 6 കാര്യങ്ങൾ, അള്ളാഹുവിലുള്ള വിശ്വാസം, മലക്കുകളുടെ വിശ്വാസം, കുതുബുകളുടെ വിശ്വാസം, റസൂലുകളുടെ വിശ്വാസം, അന്യനാളിലെ വിശ്വാസം, ഖദറിലുള്ള വിശ്വാസം എന്നിവയാണ് ഉസൂലുൽ ഈമാൻ എന്ന് പറയുന്ന കാര്യങ്ങൾ. നമ്മൾ ഇസ്ലാം കാര്യങ്ങൾ പറഞ്ഞു, ഈമാൻ കാര്യങ്ങൾ പറഞ്ഞു. അടുത്ത അദ്ദർസു റാബിഅ ശൈഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് പറയുന്നത് അഖ്സാമു തൗഹീദ് വ അഖ്സാമു ശിർക്ക്, തൗഹീദിന്റെ ഇനങ്ങളും ശിർക്കിന്റെ ഇനങ്ങളുമാണ്. അടുത്ത ദിവസം നമുക്ക് നോക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കേൾക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താനും എല്ലാവരും മനസ്സിലാക്കാനും തൗഫീഖ് നൽകട്ടെ. അഖൂലു ഖൗലി ഹാദാ أستغفر الله لي ولكم واستغفروه إنه هو الغفور الرحيم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. وصلى الله على نبينا محمد وعلى آله وأصحابه أجمعين والحمد لله رب العالمين.